നമസ്കാരം. ഒരു വക പതിനിശയിൽ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരുമല്ല, പ്രശസ്ത നർത്തകനും കൊറിയോഗ്രാഫറുമായ മിസ്റ്റർ വൈശാഖൻ. വെൽക്കം മിസ്റ്റർ വൈശാഖൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. വൈശാഖന്റെ നാട് എവിടെയാണ്? നാട് നാരങ്ങ പേര് പേര് ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. നാട് ചോദിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ. എന്താണ് വൈശാഖന്റെ നാള്? എന്റെ നാള് കുട്ടിന്റെ ഒരു കാര്യം, നാള് ചോദിക്കണ്ട. നാളെ ഏതാണ്? നാള് മറ്റന്നാള്. ഞാൻ കരുതി മിനിയാന്നാളായിരിക്കുന്നു. അതുകൊട്ടെ. അപ്പം ഞാൻ ഒരു പാട്ടിലേക്ക് കിടക്കുകയാണ്. അതിന് ഒരു പാട്ടിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ തയ്യാറാണല്ലോ അല്ലേ? പാട്ട്. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി. ഒരു മിനിറ്റ് ചിരിക്കുട്ട, ഇത് വളരെ തെറ്റാണ്. ഈ പാട്ട് എന്താണ്? ഇത് വളരെ തെറ്റാണ്. എനിക്ക് ഈ പാട്ടിൽ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു വേർഡുണ്ട്. വൃത്തികെട്ട പാട്ടൊന്നുമല്ല, നല്ല പാട്ടല്ലേ. എന്താണ് വൃത്തികെട്ടുണ്ടെന്ന് പറഞ്ഞത്? ഞാനത് പറഞ്ഞു തരാം. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാം, പക്ഷെ രണ്ടാകാൻ പാടില്ല. ഇത് കുടുംബാസൂത്രണം. വളരെ തെറ്റായിട്ടുള്ളൊരു പാട്ടാണ് എൻ്റെ വൈശാഖൻ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. കഥയിലെ രാജകുമാരി ഒന്നാകാം, പുഴയിൽ പൊന്നോളങ്ങളിൽ അവരൊഴുക്കിയത് എന്താണ്? തെറ്റിദ്ധരിക്കണ്ട. 3 ഓപ്ഷൻസ് തരാം. 1 ദീപങ്ങൾ, 2 കപ്പൽ, പിന്നെ ബോട്ട്. ഇതിലേതാണ് അവർ പുഴയിൽ ഒഴുക്കിയത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ക്ലൂ തരാം. ക്ലൂ എന്ന് പറഞ്ഞാൽ ഒരു കത്തിക്കുന്ന സാധനം. ദീപങ്ങൾ. ചോദിക്കട്ടെ, ഉറപ്പാണല്ലോ അല്ലേ? ചോദിക്കാം. വളരെ കറക്റ്റാണ്. ദീപങ്ങളാണ് അവരൊഴുക്കിയത്. അപ്പം വൈശാഖിന് ഒരു 2 രൂപ 25 പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറെ കാര്യം ചോദിക്കുകയാണ്. വൈശാഖിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമല്ലോ. നല്ലൊരു പാട്ട്. കൂടുതൽ നിങ്ങൾക്ക് തയ്യാറോടായിരിക്കും താല്പര്യം. എന്നെ ഇങ്ങനെ നോക്കരുത്, നോക്കി എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ നോക്കുന്നില്ല, പാടിക്കോളൂ. തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യർത്തും തെയ്യർത്തും തെയ്തും തെയ്തും തെയ്യർത്തും പുലരെ പൂന്തോണി. അതല്ല, പുലരെ പൂന്തോണി എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടമുള്ള സന്ധ്യ പൂന്തോണി. എന്താണ് സന്ധ്യ എന്ന് പറയുന്നത്? പുലരിയല്ലേ അത്? എനിക്ക് സന്ധ്യ ഇഷ്ടം. സന്ധ്യയാണ് ഇഷ്ടം. എന്താണ് ഇങ്ങനെ സന്ധ്യ ഇഷ്ടപ്പെടാൻ കാരണം? സന്ധ്യ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാല് ഒന്നന്ത്യായെങ്കിൽ. ഇന്ന് 1-ാം തീയതി അല്ല, ഇന്ന് 2-ാം തീയതി. അതല്ല, പിന്നെ ഒന്നന്ത്യായെങ്കിൽ. ഓ, സന്ധ്യയെങ്കിൽ കള്ളൻ. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അല്ലിയാമ്പൽ കടവിലം വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പുതുമ്പു വെള്ളം. ഇതാണ് ചോദ്യം. അല്ലിയാമ്പൽ കടവിൽ അന്ന് വെള്ളമുണ്ടായത് എവിടം വരെയായിരുന്നു? 3 ഓപ്ഷൻസ് തരാം. അരയ്ക്ക്, മുട്ട് വരെ, കഴുത്ത് വരെ. ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം പറയട്ടെ? പറഞ്ഞോ. കറക്റ്റായിട്ട് പറയട്ടെ? പറയും. അരയ്ക്കൊപ്പം. അതിങ്ങനെ മുഖം മറച്ചു വെക്കണം എന്തിനാ? ഇങ്ങനെ വൃത്തിയിട്ട ചോദിച്ചു പിന്നെ നാണാവില്ല. വളരെ നല്ലൊരു ചോദ്യമല്ലേ? അത് പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നേരത്തെ 3 രൂപ 75 പൈസ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ, പഠിക്കോളൂ. മനസ്സിൽ തട്ടിയൊരു പാട്ടുണ്ട്. ആണോ? കപകെട്ടിന്റെ ഒരു ഒന്നാംകിളി, രണ്ടാംകിളി, മൂന്നാംകിളി, നാലാംകിളി, അഞ്ചാംകിളി, ആറാംകിളി, ഏഴാംകിളി, എട്ടാംകിളി, അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്ത കിളി ചുണ്ടൻ മാമ്പഴം അങ്ങോട്ട് കൊത്തി അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട്. എന്താണ് അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് എത്തുന്ന പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ഇത് പാട്ട് പാടുന്നു. അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് എത്തല്ലേ? അപ്പം ഇഷ്ടമുള്ള പാട്ട്. അപ്പം ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും?
അമ്പിളിത്താരകൾ വാനിലുദിക്കുമ്പോൾ അത്തഴമുണ്ണാൻ എപ്പ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും? ഇതാണ് ചോദ്യം. അമ്പിളി അമ്മാവൻ എപ്പോൾ വരും? ഓപ്ഷൻസ് തരാം. രാത്രി 10:30, 11:30, വരില്ല. ഏതാണ് ഉത്തരം? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു ക്ലൂ ക്ലൂ ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, പറഞ്ഞോളൂ. വരില്ല. വരില്ല. ഞാൻ കമ്പ്യൂട്ടർ പറയട്ടെ? ഉറപ്പാണല്ലോ അല്ലേ? വളരെ കറക്റ്റാണ്. അമ്പിളിയമ്മ വരില്ല. അന്ന് അമാവാസി ആയതുകൊണ്ട്, അന്ന് കർത്തവായതുകൊണ്ട് അമ്പിളിയമ്മ വരില്ല. വളരെ എൻ്റെ ഉള്ളിൽ നിന്നൊരു കത്തലായി പോയി. വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയേക്കുന്ന സാധനം പറഞ്ഞോളൂ. പുലയനാർ മണിയമ്മ പൂമുല്ല കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർ. എനിക്ക് ആ പാട്ട് ഈ തത്തമ്മയും കിളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആകെ എല്ലാ ഗ്രൗണ്ടുകളിലും മത്സരിച്ച് കഴിഞ്ഞിട്ട് വൈശാഖിന് കിട്ടിയിരിക്കുന്ന സമ്മാനം 6 രൂപ 75 പൈസയാണ്. ആ സമ്മാനം ഞാനിപ്പോൾ തന്നെ വൈശാഖിന് തരാൻ പോവുകയാണ് കേട്ടോ. ഞാനിത് വാങ്ങിക്കാനല്ല ഇവിടെ വന്നത്. പിന്നെ എനിക്ക് ചിരിക്കുട്ടൻ എന്നെ അങ്ങനെയാണ് കരുതിയിരുന്നത്. പിന്നെ എന്തിനാ വന്നേ? എനിക്ക് ചിരിക്കുട്ടൻ, ഞാൻ ഈ പൈസ ചിരിക്കുട്ടൻ എൻ്റെ നേർക്ക് പൈസ വെച്ച് നീട്ടിയത് ശരിയായില്ല, അറിയാമോ? അയ്യോ, മത്സരിച്ച് കഴിഞ്ഞാൽ പൈസ അത് ശരിയായില്ല. അത് ചിരിക്കുട്ടൻ അറിയാമോ? ഞാൻ അല്പം സ്നേഹത്തിന് വേണ്ടി ഇവിടെ വന്നു. ചിരിക്കുട്ടൻ എൻ്റെ മുമ്പിലെ പൈസ വെച്ച് നീട്ടിയെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അല്ല, ഇത്